ഒരു കഥ പറയട്ടെ. അവർ ഇരുവരും ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. അയാൾക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് അവൾക്കും അറിയാമായിരുന്നു. ഇനിയും മറച്ചു പിടിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോഴാണ് അയാൾ തൻ്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞത്. മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനാവാത്ത വിധം താൻ അവളെ സ്നേഹിക്കുന്നുവെന്ന് അയാൾ പറഞ്ഞപ്പോഴാണ് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് അവൾ ചോദിച്ചത്. വർഷങ്ങളായി താൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അവളെക്കുറിച്ച് എല്ലാം തന്നെ തനിക്കറിയാമെന്നും അയാൾ അഭിമാനത്തോടെ അവളോട് പറഞ്ഞു. എന്നെ ഒരാൾ റേപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെ നിങ്ങൾക്ക് വേണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അയാൾ ആകെ നടുങ്ങി. അയാൾക്ക് പറയാൻ ഉത്തരമൊന്നുമില്ലായിരുന്നു. സോറി എന്ന് മാത്രം പറഞ്ഞ് അയാൾ മുഖം കുനിച്ച് നടന്നു. ദീർഘനാളായി താൻ സൂക്ഷിച്ചിരുന്ന പ്രണയം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ അയാൾക്ക് കരച്ചിൽ വന്നു. അന്ന് വൈകിട്ട് അവൾ അയാൾക്ക് ഒരു മെസ്സേജ് അയച്ചു. അത് ഇങ്ങനെയായിരുന്നു: ഞാൻ പറഞ്ഞതൊരു നുണയായിരുന്നു. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണോ എന്നറിയാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നോട് നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ സ്നേഹം വെറുമൊരു തോന്നലായിരുന്നു. അത് എൻ്റെ ശരീരത്തോടുള്ള ആകർഷണം മാത്രമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി അങ്ങനെയൊരു മോശം നുണ പറഞ്ഞുകൊണ്ട് അയാളുടെ ഉള്ളറിയാൻ ശ്രമിച്ചത്? അവളുടെ ശരീരത്തോടുള്ള ആകർഷണം മാത്രമുള്ള അയാൾക്ക് അവളെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ ദീർഘനാൾ സന്തോഷത്തോടെ ഒപ്പം ജീവിക്കാനോ കഴിയില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. ഒരുമിച്ച് ജീവിച്ചാലും ഒരു നാൾ അയാൾ അവളെ വിട്ടുപോകുമെന്ന് അവൾക്ക് തോന്നി. കാരണം ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെ ഉണ്ടായിരിക്കാൻ ശക്തമായ കാരണമൊന്നും അയാൾക്ക് ഇല്ലായിരുന്നു. അങ്ങനെയുള്ളവർ വിട്ടുപോവുക തന്നെ ചെയ്യും. ഈ കഥയിലെ പോലെ ചില ആകർഷണങ്ങളുടെ പേരിൽ യേശുവിൻ്റെ പിന്നാലെ നടന്ന, കൂടെ നടക്കാൻ കാരണങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവനെ വിട്ടുപോകേണ്ടി വന്ന കുറച്ചു മനുഷ്യരുടെ ചിത്രം സുവിശേഷത്തിലുണ്ട്. സുവിശേഷ സന്ദർഭം ഇങ്ങനെയാണ്: നിത്യജീവനെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനിടയിൽ തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തൊരാൾക്ക് നിത്യജീവൻ ഉണ്ടാവില്ല എന്ന് യേശു പറയുമ്പോൾ അതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കാനാവാതെ വാച്യാർത്ഥത്തിലെടുത്ത അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ അവനെ വിട്ടുപോകുന്നുണ്ട്. പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നിട്ടേയില്ല. കുറേ നാൾ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അവൻ്റെ പേരിൽ അവർ അതിശയങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ്റെ കൂടെ നിൽക്കാനുള്ള കാരണമൊന്നും അവർക്ക് കണ്ടെത്താനായില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ വാക്കുകളിൽ അവർ ഇടറിപ്പോയതും ഒടുവിലൊരു നാൾ അവനെ വിട്ടുപോയതും. ശരിയായ കാരണങ്ങൾ കണ്ടെത്താനായാൽ ഒരാളെ വിട്ടുപോകാനാവില്ല എന്ന് പറഞ്ഞു തരുന്നത് പത്രോസാണ്. ശിഷ്യന്മാരിൽ കുറേ പേർ തന്നെ വിട്ടുപോയപ്പോൾ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് യേശു അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ എന്ന് പത്രോസ് മറുപടി പറയുന്നത്. പ്രിയപ്പെട്ടതായിരുന്ന പലതും വേണ്ടെന്നു വച്ചിട്ടാണ് പത്രോസും കൂട്ടരും യേശുവിൻ്റെ കൂടെ നടന്നത്. യേശു പറഞ്ഞത് കേട്ടു നിൽക്കാനാവാതെ വിട്ടുപോയവരെ പോലെ യേശുവിനെ ഉപേക്ഷിച്ചു പോകാനുള്ള പ്രേരണ പലപ്പോഴും അവർക്കും തോന്നിയിട്ടുണ്ടാവും. സ്വാഭാവികം. പക്ഷേ അവർക്കതിനായില്ല. കാരണം യേശുവിനെ വിട്ടുപോയാലുള്ള നഷ്ടത്തെക്കുറിച്ച് അവർക്ക് വിചാരമുണ്ടായിരുന്നു. നിന്നെ വിട്ടിട്ട് ഞാൻ ആരുടെ അടുത്തേക്ക് പോകുമെന്ന സ്നേഹപ്പറച്ചിലൊക്കെ അങ്ങനെ സംഭവിച്ചതാണ്. ശരിക്കും പത്രോസിൻ്റെ മഹത്വം തിരിച്ചറിയാനാവുന്ന ഒരു സന്ദർഭം ഇതാണ്. കാരണം അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയല്ല അയാൾ യേശുവിനെ തേടിയത്. യേശുവിന് മാത്രം നൽകാനാവുന്നത് എന്താണെന്ന് എന്നതിനെക്കുറിച്ച് പത്രോസിന് ചില ബോധ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയിട്ട് തനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് അയാൾക്ക് തോന്നി. യേശുവിനെ വിട്ടുപോകാനുള്ള പ്രേരണകളെയൊക്കെ പത്രോസിന് അതിജീവിക്കാനായത്
അവനിലൂടെ ലഭിക്കുന്നത് എന്താണെന്ന ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അവനോളം നഷ്ടമല്ല വേറൊന്നും എന്ന തിരിച്ചറിവാണ് അവനു വേണ്ടി ശേഷമുള്ളതിനെയൊക്കെ നഷ്ടപ്പെടുത്താൻ പത്രോസിനെ നിർബന്ധിച്ചത് എന്ന് നമുക്ക് പറയാം. പത്രോസിൻ്റെ ഈ തിരിച്ചറിവ് ജീവിതത്തെക്കുറിച്ചുമുള്ള തിരിച്ചറിവാണ് എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ചില മനുഷ്യരെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഇനിയുള്ള കാലം മുഴുവൻ അയാൾ കൂടി വേണമെന്ന് തോന്നും. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ചില നന്മകളാണ് അങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ കുറച്ചുനാൾ അടുത്തിരുന്ന് കഴിയുമ്പോൾ അയാളിലെ കുറവുകൾ പതുക്കെ വെളിപ്പെട്ടു തുടങ്ങും. കുറവുകൾ എന്നത് അയാളുടെ പോരായ്മകളാകണമെന്നില്ല. നമുക്ക് അയാളിൽ അസ്വീകാര്യമായി തോന്നിയ കാരണങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പോഴാണ് ശരിക്കും ഇയാളെൻ്റെ കൂടെ വേണമായിരുന്നോ, എൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയോ എന്നൊരു വിചാരമൊക്കെ ഉള്ളിൽ ഉണരാൻ തുടങ്ങുന്നത്. ആ മനുഷ്യനെ വിട്ടുകളയാനുള്ള നിർബന്ധം നമ്മൾ അനുഭവിക്കുന്ന നേരമായിരിക്കും അത്. വിട്ടുപോകാനുള്ള പ്രേരണകൾക്ക് പിന്നിൽ കൂടെയിരിക്കാൻ ഒരിക്കൽ തോന്നിച്ച കാരണം മറന്നുപോയതിൻ്റെ അനുഭവവും കൂടിയുണ്ട്. ചിലതൊക്കെ മറന്നുപോയതുകൊണ്ടാണ് പോകലുകൾ സംഭവിക്കുന്നത്. അയാൾ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തായിരിക്കുമെന്ന ഓർമ്മയില്ലെങ്കിൽ പതുക്കെ നാം അയാളെ വിട്ടുപോയേക്കാം. തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഗൗരവമായ ചില കാരണങ്ങളില്ലാതെ നമുക്ക് ഒരാളുടെ കൂടെ അധികമായ കാലം ഉണ്ടായിരിക്കാനാവില്ല. അതിപ്പോൾ മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, ദൈവവുമായുള്ള ബന്ധത്തിലും ഇത് പ്രസക്തമാണ് എന്ന് തന്നെ പറയാം. എപ്പോഴൊക്കെയോ ദൈവസാന്നിധ്യ സ്മരണയിൽ കണ്ണുപൂട്ടിയിരുന്നപ്പോൾ അനുഭവിച്ച ധന്യതയും നിറവുമൊക്കെയാണ് വീണ്ടും അത് അനുഭവിക്കണമെന്ന കൊതി ഉള്ളിലുണർത്തുന്നത്. ശരിയല്ലേ? ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അർഹിച്ചതും ഒന്നും കിട്ടാതിരുന്നിട്ടും ദൈവം എന്നോട് വലിയ അനീതി കാണിച്ചു എന്നൊക്കെ തോന്നിയിട്ടും അവൻ്റെ അരികിലൊക്കെ തന്നെ ചടഞ്ഞു കൂടുന്നതിന് കാരണം ഇവിടെ നിന്നിറങ്ങിയിട്ട് എവിടേക്ക് പോകാനാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നവർ മാത്രമാണ്. എന്നാൽ പ്രാർത്ഥനയിൽ അനുഭവിച്ച ഹർഷാനുഭവങ്ങളെയൊക്കെയും മറന്നേ പോയവർ തെല്ലും ഖേദമില്ലാതെ ഇറങ്ങിപ്പോയേക്കും. എന്നാൽ ജീവിതത്തിൻ്റെ മേൽ വീശുന്ന കടുത്ത മടുപ്പിൻ്റെ കൊടുങ്കാറ്റിൽ അവർ വല്ലാതെ ഞെരുങ്ങും. കാരണം ആത്മാവിൻ്റെ ഏകാന്തതയിൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് കൂട്ടിരിക്കാനാവുക? ഒരു ചോദ്യം വെറുതെ ഒന്ന് ചോദിച്ചാലോ? ഞാൻ എന്തിനാണ് ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ദൈവത്തെ വിട്ടുപോയാൽ എനിക്കെന്തെങ്കിലും നഷ്ടപ്പെടുമായിരിക്കുമോ? ദൈവം മാത്രമല്ല, എൻ്റെ പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, ഇവരൊക്കെ എനിക്കെന്തിനാണ്? ഇന്ന് അവരൊക്കെ മരണപ്പെട്ടു പോയാൽ അവരോടൊപ്പം എനിക്കെന്തെങ്കിലും നഷ്ടപ്പെടുമായിരിക്കുമോ? അവരൊക്കെ കൂടെ ഉണ്ടാവണമെന്ന് ആശിക്കാൻ എനിക്കെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ചിലപ്പോൾ പറയാനുള്ള കാരണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവരൊന്നുമില്ലെങ്കിലും ഞാൻ സന്തോഷത്തോടെ ജീവിക്കുമെന്ന തോന്നലൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ധൂർത്തപുത്രനെ പോലെ വിലപ്പെട്ടതെന്ന് ആ നേരത്ത് തോന്നുന്നതൊക്കെ പൊതിഞ്ഞു പിടിച്ച് ഇറങ്ങിപ്പോകാൻ തോന്നുന്നത്. പക്ഷേ ശരിയായ സ്നേഹം അനുഭവിച്ച ഒരാൾക്ക് അതൊക്കെ ഉപേക്ഷിച്ച് എന്നേക്കുമായി പോകാനാവില്ല. ഒരിക്കൽ അനുഭവിച്ച സ്നേഹം അയാളെ മടക്കി വിളിച്ചുകൊണ്ടേയിരിക്കും. ചിലർ കൂടെയുള്ളപ്പോൾ തന്നെ വിലയറിയുകയും പത്രോസിനെ പോലെ ഏറ്റുപറഞ്ഞ് ചേർന്ന് നിൽക്കുകയും ചെയ്യും. എന്നാൽ ചിലർക്ക് ധൂർത്തപുത്രനെ പോലെ ഇറങ്ങിപ്പോകേണ്ടി വരും വിലയറിഞ്ഞ് തിരിച്ചു വരാൻ. ശരിയാണ്, ഇറങ്ങിപ്പോകലുകൾ സങ്കടകരമാണ്. പക്ഷേ ദൈവം കാത്തിരിക്കാൻ സന്നദ്ധനാണ്. കാരണം സ്നേഹമെന്നാൽ കാത്തിരിക്കാനുള്ള ക്ഷമയും കൂടിയാണല്ലോ. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നോളം നഷ്ടമല്ല മറ്റൊന്നും എന്ന് തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.